ഇങ്ങനെയാണെങ്കിൽ മുസ്ലിമായ ഞാനും BJPക്ക് തന്നെ വോട്ട് ചെയ്യും. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ലേ, നിസ്കാരത്തിന് ഒരു റാത്ത് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്കും കുറേ BJPയുടെ സുഹൃത്തുക്കളുണ്ട്, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇഷ്ടംപോലെ BJPക്കാരുണ്ട്. അവരല്ലേ പറയുന്നത് അതിന്റെ നേതാക്കൾ മാറിയാൻ. ഒരല്പം ഉളുപ്പില്ലാത്ത ഈ നേതാക്കന്മാർ എന്തൊക്കെയാന്ന് ഈ പറയുന്നത്? വർഗീയത അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ? എടോ, ഞാനടക്കമുള്ള ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. എങ്ങനെ? നാട്ടിലെ റോഡ്, നാട്ടിലുള്ള പാലം, നാട്ടിലുള്ള വികസന കാര്യങ്ങൾ, അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഇത് വായി തുറന്നാൽ നിങ്ങൾ ജിഹാദികള്, പാണക്കാട് മുഖ്യമന്ത്രി പോക്ക്. എടോ, പാണക്കാട് തങ്ങളെടുത്ത് പോകുന്നത് എന്തിനാ? എടോ, ഇപ്പൊ കേരളം ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ നിശ്ചയിച്ച UDF സർക്കാരിൽ 22 സീറ്റ് ലീഗിൻ്റെതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്താ പൊട്ടന്മാറാ? അതുപോലെ തന്നെ എന്റെ ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്നെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ EK ഗോവിന്ദൻ വിജയിച്ചത് വെറും മറ്റുള്ള ആൾക്കാരുടെ വോട്ട് കൊണ്ടാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടും മറ്റുള്ള വോട്ടുകളും കൊണ്ടാണ്. നിങ്ങൾ എന്താ ഇത്? നിങ്ങൾ ഈ റോഡിൻ്റെത് അല്ലെങ്കിൽ മറ്റു വികസന കാര്യങ്ങൾ സംസാരിക്കുക. അടുത്ത പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ വോട്ടും കൂടി നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ വെറും വർഗീയത മാത്രം, മുഖ്യമന്ത്രി ജിഹാദികളുടെ മുഖ്യമന്ത്രിയായി, എന്താ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും ഉദാഹരണത്തിന് പറയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വോട്ട് കുറയാൻ കാരണം എന്താ? ഇങ്ങനെ വെറും വർഗീയത മാത്രം പറയുന്നുണ്ടല്ലേ. ചിന്തിച്ചു നോക്ക്. ഇനിയെങ്കിലും അങ്ങോട്ട് നാട്ടിലെ വികസന മുരടിപ്പോ മറ്റു കാര്യങ്ങളോ സംസാരിച്ച് ജനങ്ങൾക്കിടയിൽ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഒരു 4 വോട്ട് ഉണ്ടാ നോക്ക്. വെറും വർഗീയത പറഞ്ഞ് മാത്രം വോട്ട് ഉണ്ടാക്കല്ലേ. പാണക്കാടേക്ക് തീർച്ചയായും മുഖ്യമന്ത്രി പോയേ പറ്റൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ UDF ഗവൺമെന്റ് കേരളത്തിലും വരാൻ വേണ്ടിയിട്ട് 22 MLA കൊടുത്തതാരാ? മുസ്ലിം ലീഗാ. അതുപോലെ നിങ്ങൾ ഈ ജിഹാദിന്നെല്ലാം വിളിക്കുന്ന ഈ നമ്മള് പൊന്ന് സുഹൃത്തുക്കൾ, നിങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തിന്നാൽ നിങ്ങൾ വോട്ട് കുറയേ ചെയ്യും. കാരണം സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ള ജനങ്ങള്, അത് ഏത് മതത്തിലായാലും രാവിലെ പോണം, പണിയെടുക്കണം, തിരിച്ചു വരണം, കുടുംബം പോറ്റണം. അതിനിടയിൽ ഇങ്ങനെ കാണുന്നതിലിടക്ക് നിങ്ങൾ ഈ വർഗീയ വിഷം കലക്കിയിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും അറിയാം, നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാ മതക്കാരും ഇടപഴകുന്നതാണ്. എല്ലാവരുടെ സ്വഭാവവും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ BJPയുടെ ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എല്ലാരും പറയുന്നല്ല, ഈ നേതാക്കന്മാർ, വിഷം തുപ്പുന്ന നേതാക്കന്മാർ. ചിന്തിച്ചോ, നിങ്ങൾ നാട്ടിലെ വികസനം പറ, വോട്ട് പിടിക്ക്. അല്ലാതെ വർഗീയത പറഞ്ഞ് പിടിക്കല്ലേ പ്ലീസ്. കിട്ടൂല. അങ്ങനെ ഈ കേരളത്തിൽ കിട്ടൂല നിങ്ങൾക്ക് വർഗീയത പറഞ്ഞിട്ട് വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. VD സതീശനെ ഒരാളോട് ചോദിച്ചാലും പറഞ്ഞതെന്ന് മുസ്ലിം ലീഗിന്റെ മാത്രമല്ല, ജിഹാദികളുടെ, ജമാഅത്ത് ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി എന്നാ. വേറെ ഒരാളോട് ചോദിച്ചാലും പറഞ്ഞു BJPയുടെ മുഖ്യമന്ത്രിയാണ്. കേരള മുഖ്യമന്ത്രിയാണോ VD സതീശ്? അതായത് എന്റതും നിന്റതും ഇനിയുള്ള എല്ലാ കേരളത്തിലുള്ള ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് VD സതീശ്. അത് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇത് ഒരാൾക്ക് മാത്രം കൊണ്ടു കൊടുക്കല്ല, നിങ്ങളായിട്ട് കൊണ്ടു കൊടുക്കല്ല പ്ലീസ്.